കേരളത്തിൽ അടുത്ത 4 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി ബാധകമാണ്. ഇതെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. കേരളത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്, ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നന്ദനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദന, വയനാട് ജില്ലയിൽ ഇന്ന് അവധിയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഇതുപോലൊരു ദിവസമാണ് അവിടെ വലിയ ദുരന്ത പെയ്ത്തുണ്ടായത്. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന മഴയുടെ അളവിൽ വലിയ കുറവാണുള്ളത്. കാലവർഷം പെയ്ത് തീരേണ്ടത് നമ്മുടെ ആവശ്യകതയുമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, അടുത്ത് വരുന്ന 4 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മഴയുടെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായിരിക്കും. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിനും തീരത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരാണ്. 102.4 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ഇന്നലെ ലഭിച്ചത്. സാധാരണ ജൂൺ, ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ വളരെ കുറവ് മഴയാണ് ഈ ഒരു വർഷം ഈ 2 മാസങ്ങളിലായി ലഭിച്ചിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസൺ സംസ്ഥാനത്ത് ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ വളരെ വൻ കുറവാണ് ഈ പറയുന്ന 2 മാസങ്ങളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ഈ കാലയളവിൽ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട മഴ 126.8 മില്ലിമീറ്ററാണ്. എന്നാൽ 881.8 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഈ ഒരു 2 മാസങ്ങളിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ വലിയ കുറവാണ് മഴയിലുള്ളത്. അഭിലാഷ്, യെസ്, തീർച്ചയായും വയനാട്, ഇടുക്കി ജില്ലകളിൽ ആണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എങ്കിൽ ഇത്തവണ അത്തരത്തിൽ ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വലിയ ആശങ്കയുണ്ട്. കാരണം മറ്റൊരു തുരങ്കപാത അപകടത്തിന് വയനാട് വേദിയായതാണ്. ഒരു കുറഞ്ഞ സമയത്തിനകം കൂടുതൽ മഴ പെയ്യുന്നുവെങ്കിൽ അത് വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ വയനാട്ടിലെ സ്കൂളുകൾക്ക് അവധിയുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.